ഈ ഭൗതിക ശരീരം കാണുവാൻ തക്കവണ്ണം ഇവിടെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ കൂടെ ആളുകൾക്ക് കാണാവുന്നതാണ്. എല്ലാവരും കാണാനുള്ളതായ ആളുകൾ, അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരായ ആളുകൾ ദേവാലയത്തിനകത്തേക്ക് ലൈനായിട്ട് കടന്നു വന്ന് അന്തിമ ഉപചാരം അർപ്പിക്കാവുന്നതാണ്. കനാനായ സ്റ്റുഡൻസ് അസോസിയേഷൻ ചിങ്ങവനം മേഖലയുടെ അന്തിമ ഉപചാരം അർപ്പിച്ചുകൊണ്ട് ഭൗതിക ശരീരത്തിൽ ചിങ്ങവനം മേഖല പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അജു എസിനും കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ബൊക്കെ സമർപ്പിക്കുകയാണ്. സമ്പൂർണ്ണ മാമി ലോകത്തിൽ നിന്നു മകൻ നവരെ ദുരിതം തീണ്ട ലോകത്തിൽ ദൂതരു അബ്രഹാമിൻ മടിയിലവരന്നേക്കും വിശ്രമമേൽ കേണമേ മോറിയോറാഹേ മേലൊയിലോ വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്നേ അരികിൽ വരുവീൻ ലോമോ തരുവീൻ പ്രാർത്ഥിച്ചിടുവീൻ സങ്കടഗീതം പാടിടുവീൻ മൃതിപാതാളകവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തെ തുണ ചെയ്യുവാൻ വന്നിൽ. കർത്താവിനാൽ അനുഗ്രഹീതനായവരെ, ഈ പ്രിയപ്പെട്ട കുളങ്ങരയിലെ അപ്പച്ചൻ ഈ പരിശുദ്ധമായ ദേവാലയത്തിന് മറക്കുവാൻ സാധിക്കാത്തതായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ദൈവത്തിൻ്റെ വലിയ നിയോഗപ്രകാരം തനിക്ക് ദൈവം നൽകിയതായ ആയുസ്സില് ദൈവികമായ കൃപകളോടുകൂടെ അനേകായിരം ആളുകൾക്ക് അവരുടെ അജ്ഞതയെ നീക്കി അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ വിജ്ഞാന അനുഭവത്തിലേക്ക് നയിച്ചതായിട്ടുള്ള മാതൃക അധ്യാപകനായ പ്രിയപ്പെട്ട കുളങ്ങര സാറ് പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിൽ ഏറ്റവും ഉറച്ച് അതിൻ്റെ തീക്ഷ്ണതയോടുകൂടെ നിന്നതായിട്ടുള്ള പ്രിയപ്പെട്ടതായ ഈ അപ്പച്ചൻ നന്മയുടെ പ്രതീകമായി വിളങ്ങിയതായ വ്യക്തിത്വത്തിനുടമയാണ്. താൻ ആവശ്യമുള്ളതായ ഏത് അവസരത്തിലും ഏത് അവസ്ഥയിലും തന്നെ കൊണ്ട് ആകുന്നതിനുപരിയായിട്ട് ഈ സമൂഹത്തിന്, സഭയ്ക്ക് ആവശ്യമുള്ളതായ ആളുകൾക്കൊക്കെയും നന്മയുടെ വറ്റാത്ത ഉറവയായി പ്രശോഭിച്ചതായിട്ടുള്ള പ്രിയപ്പെട്ട സാറ് ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഇത്രമാത്രം ഈ ദേവാലയത്തെ വളരെയധികം അകമഴിഞ്ഞ് സ്നേഹിച്ചതായ ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ഈ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെതായി പരുത്തുപ്പാറയിൽ ഒരു ചാപ്പൽ നിർമ്മിക്കുവാൻ തക്കവണ്ണം
ദേവാലയം അതിന് സ്ഥലം മേടിച്ചതായി അതിന് മുൻപായിട്ട് തന്നെ ആ ചാപ്പല് ഈ പ്രിയപ്പെട്ട സാറും കുടുംബാംഗങ്ങളും ചേർന്ന് സ്പോൺസർ ചെയ്യാം എന്ന് സമ്മതിച്ചു. അങ്ങനെ അതിൻ്റെ രൂപരേഖകളൊക്കെ തയ്യാറായി അത് പണി ആരംഭിക്കുവാൻ തക്കവണ്ണം തുടങ്ങുകയാണ്. ഒരു ദേവാലയം പണിയുവാൻ തക്കവണ്ണം അതിനുള്ളതായ സന്മനസ്, അതിനുള്ളതായ ഒരുക്കം വളരെയധികം ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ്. അതുപോലെ തന്നെ ഈ ദേറാപ്പള്ളിയുടെ മുൻവശത്ത് കുളങ്ങര മെമ്മോറിയൽ എന്നുള്ളതായ ഒരു ബിൽഡിംഗ് പണിയുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട സാറിൻ്റെ നേതൃത്വത്തിൽ സാധിച്ചു. മക്കളോട് ചേർന്ന് അത് നടത്തുവാൻ തക്കവണ്ണം സാധിച്ചു. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും കുളങ്ങര ഫാമിലിയിൽ നിന്നുള്ളതായ സേവനങ്ങൾ ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് ആർക്കും സാധ്യമല്ല. എന്ത് ആവശ്യങ്ങളോടുകൂടെ കടന്നു ചെന്നാലും അതിനൊക്കെയും അതിരറ്റ് സഹായിച്ച് അതിനുവേണ്ടി ഏറ്റവും നല്ല പ്രചോദനങ്ങൾ നൽകിയതായിട്ടുള്ള ഈ പ്രിയപ്പെട്ട സാറ് ഇപ്പം കണ്ട പറുദീസായിൽ വിശ്രമിക്കട്ടെ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഇടയിൽ ദൈവം തമ്പുരാൻ വിശ്രമം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇടവകയുടെ പ്രത്യേകമായ അനുശോചനം അറിയിച്ചുകൊണ്ട് ഇടവകയുടെ ട്രസ്റ്റിയും സെക്രട്ടറിയും ഭാരവാഹികളും ചേർന്ന് ഈ ഇടവകയുടെ അപ്പച്ചോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകവും അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ നന്ദിയുടെ പ്രതീകവുമായി ഭൗതിക ശരീരത്തിൽ ഇപ്പോൾ പുഷ്പചക്രം സമർപ്പിക്കുകയാണ്. ഈ ദേവാലയത്തിന് വേണ്ടി പ്രിയപ്പെട്ടതായ അപ്പച്ചൻ്റെ എല്ലാ സേവനങ്ങളെയും ഓർത്ത് ദേവാലയം എന്നും അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന ആ ഒരു സിംബോളിക്കായിട്ടാണ് ഈ ഭൗതിക ശരീരത്തിൽ ഈ പുഷ്പചക്രം സമർപ്പിച്ചിരിക്കുന്നത്. ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ക്ലേശ സമ്പൂർണ ലോകത്തിൽ നിന്നു മകന്നവരെ ദുരിതം തീണ്ട ലോകത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നാമത്തിൽ ഒന്നിനും പരിപാലികരമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരങ്ങളിൽ സൂക്ഷ്മം കൈക്കൊള്ളണമേ. അനുഗ്രഹം ചെയ്യണമേ. നിനക്ക് സ്തുതി. ശിശുതാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരുടെ കരുണ നിശ്ചയരാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പത്തിന് ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ട ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഒരു ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു.
ശുദ്ധമുള്ള ഞങ്ങൾക്ക് മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോൾ ഞങ്ങളുടെ സമയത്ത് ദൈവത്തമ്പുരാനുടെ വീഴ്ചയുള്ളണമേ. ദൈവമായ കർത്താവേ, ഈ താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട് ഈ വ്യർത്ഥ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന നിന്റെ മകൻ പുനരുത്ഥാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞതായ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസന്നതയോടെ നിന്നെ എതിരേൽക്കുവാനും സംഗതിയാകണമേ. ലോകുകുലം ശാബഹീന സൗവൻകാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയമോഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സദാ നേരത്തിലും ഇടപെടാതെ ഗ്രഹിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാധിക്കുമോ ആത്മാക്കളുടെ സൃഷ്ടതാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബളക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ സ്വസംസ്കാര ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആദിതമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടതാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മകനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയ ചിന്തകളും നിന്റെ ദർശനത്തിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നയിക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠമത്സരമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവിന് ലോകങ്ങൾക്കും അധികാരമായുള്ളവയെ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ സ്വസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നതായ സമാധാന മാലാഖമാർ മൂലം ഇവന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് ഈ നിന്റെ മകന്റെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ഇതരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടുത്തേണമേ. തിരുനാമഭക്തരും തിരുവിഷ്ടമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഈ നിന്റെ മകന് ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ നിന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. തെറ്റുകളെ നിന്റെ ദയവാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. നിന്റെ മകന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ.
കൃപാപൂർണമായ വലങ്കൈവിന് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ നിന്റെ മകനെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്നിവനെ രക്ഷിച്ചു കൊള്ളണമേ. ഈ നിന്റെ മകന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കപോലെ ഇവനെ നീ വിധിക്കരുത്. നിന്റെ തിരുസന്നിധിയിൽ സർവ്വരും കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെ നിന്റെ മകാകരണേ ഞങ്ങളിലും ഈ നിന്റെ മകനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും എന്റെ മേൽ ഉദിക്കുമാറാകണമേ. ഈ നിന്റെ മകൻ വിശ്വസിച്ചതായ ജയമുള്ള ശ്രീഭാം വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താനിന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണയെ നിന്റെ മകനിലുണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നവരെ നിന്റെ ദാസന നീ കോട്ടയും അന്യായും കാവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആദ്യന്തമില്ലാത്തതായ നിന്റെ മഹിമേലുവനാനന്ദിക്കുമാറാകണമേ. അബ്രാഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഈ നിന്റെ മകന് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാൻ ഇടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിഭജിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതരായിരിക്കുന്നവർക്ക് മോപ്രസം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അനുവിന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നു കൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മസിഹായുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടവനും ശ്രേഷ്ഠവും അഗ്നിയുമായ അവിടുത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്ന മുഖങ്ങളോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവെ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസനമായ ഞങ്ങളെല്ലാവരും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെ നിന്റെ പരിസ്തൃവായി സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ഈ ദാസനെ അപേക്ഷിക്കുകയും വിശ്വാസങ്ങളുടെ ഘടകരത്തിൽ നിന്നും അന്തരീക്ഷവാസികളുടെ ദൃശ്യശത്രുക്കളുടെ ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ള പട്ടണങ്ങൾ വന്നു ചേരുവാൻ ഞങ്ങളുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാകുകയും ചെയ്യണമേ. Lemgim lago
तेसुबुगतुलकीने दाबद से बियोने पोही लुरए बानोने मोमेल गायो मलकुसे कोल कोले बासीमो तौल रसमल कोसुद मिन्नोलंदा इबाबोले दाबद से बियोले बा बोला बोल रोकानीशा Paulos liha chonne vangete mridale vakti darningal karuda naशिച്ചിരുന്നെ പാനിൻ കാഹളനാദത്താൽ മൃദരെല്ലാരും എഴുന്നേൽക്കും താൽക്കാലികമാമീ ഗാത്രം നിത്യാലയ പ്രാപിച്ചിടും തനുവെഴുന്നേൽക്കും കേടില്ലാതുത്വാനത്തിൻ ദിവസം പരിദേവന ദിവസം കടു ദിവസം നാഥ ഏവരും ഒരുപോലെ മൃദു നുകരണമെന്ന യൗവന മൃദു കൈപ്പാൻ കഠിനതരം നാഥ നൽകണമാ ശ്വാസ വചന ക്രിയയാൽ നിറവേറി തുണനാഥ ചെയ്യുക മൃദരാമുറ്റോർക്കായി കഷ്ടപ്പെടുവാനും നാശകനാം മൃദയെ ചൊല്ലിക്കരയാനും ബാധ്യതയോ ദേവനുകളിന്നെല്ലാം സ്തോത്രം കർത്താവേ നിന്നാൽ മൃദരുയരും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ കഴിയുന്ന ലേഖനത്തിൽ ആഹായി പാർക്കുമോ നീതിയോടെ ഹൃദയത്തെ ഉണർത്തുകയും നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകൾ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം. പോഷ നീ വിതയ്ക്കുന്ന വിധ ക്ഷയിക്കുന്നില്ല എങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ വെറും മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം എന്നോ മൃഗങ്ങളുടെ ശരീരം മറ്റൊന്നു, പക്ഷികളുടെ ശരീരം വേറെന്നോ മത്സ്യങ്ങളുടെ ശരീരം വേറെന്നോ. സ്വർഗീയ ശരീരങ്ങളുണ്ടോ ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ്സൊന്നോ ഭൗമികരുടെ തേജസ് മറ്റൊന്നോ. സൂര്യന്റെ തേജസ്സൊന്നോ ചന്ദ്രന്റെ തേജസ്സും മറ്റൊന്നോ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെന്നോ
നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മനുഷ്യരുടെ പുനരുത്ഥാനവും. ആമീനാഹായ് പാർക്കുമോ. The Melech so Dalo, the Evangelion, God is a Marani Sensio, Domascare, Lesser Maria Homro, God is a Marani Sensiham, Chorus of Samhiani, Samanyukan Sriham, Madrasana Maresai Furka, and Alma. Seva didn't say this one of the Samuel of the Samuel for Golan the Sabino, the Brothers of the Moran Malohan for Golan and Shomsiha. Bark for Holland and Hoka, no Hawaii. I mean, Maudena. Yes, I'm a program for Union Satimayim, Satimayim, Marino. പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രൻ ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെ അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്ന പോലെ തന്നെ പുത്രൻ തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ടനയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണപ്പെട്ട ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അതിപ്പോൾ തന്നെയുമാകുന്നു. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശോകലറയിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടി പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജടങ്ങളുടെയും ദൈവമായ കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന അവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് രക്ഷിതവനായ മെസ്സിയാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ തന്റെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മെസ്സിയാ തമ്പുരാനെ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ കർത്തായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യം സ്വന്തമാകർഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടിവിടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവർക്ക് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ അവസ്ഥയിൽ എത്തിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ
നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സർവപരിശുദ്ധന്മാർ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരുമായും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ അവിടുത്തെ പുനരുദ്ധാനത്തിന്റെ പ്രകാശത്തിന്റെ രശ്മികളാൽ ഞങ്ങളെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം ഒന്ന് പ്രാവശ്യം കുറിയലായിസോൻ എന്നേറ്റുചൊല്ലേണം. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിനന്ദ പിതാക്കന്മാരായ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് യുവാനിയോസ് തിരുമനസ്സുകൊണ്ട് എല്ലാ വൈദിക ശ്രേഷ്ഠ ശമാശന്മാരെ ദൈവജനമേ, കുളങ്ങര സാറ എന്ന് എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരുന്ന കർത്തൃദാസൻ ഇന്ന് നമ്മിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് പുറപ്പെട്ടുപോയി. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമ്മിൽ നിന്നും. ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നാൽ എല്ലായ്പ്പോഴും നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്നുള്ള മറ്റൊരു സത്യവും നമ്മൾ എല്ലായ്പ്പോഴും ഓർത്തിരിക്കും. ഈ ഭൂമിയിലാണെങ്കിലും വരുവാനുള്ള ലോകത്തും എല്ലാ സമയവും എന്തിനു പറയുന്നു, നമ്മളൊക്കെ നമ്മുടെ മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തിരുവചനം പറയുന്നു, കണ്ടാലും മകനെ മകളെ, നിന്റെ മാതാവിന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാനാ നിന്നെ ഉരുവാക്കിയത്. നിന്നെ മെടഞ്ഞ് അല്ലെങ്കിൽ മെനഞ്ഞുണ്ടാക്കുക അവിടെ ഉരുവാക്കിയെടുത്തു. എന്റെ കണ്ണ് നിന്നെ കണ്ടു. സ്കാനിങ്ങിൽ കൂടെ മാത്രമേ നമുക്ക് പോലും ഒരു സ്ത്രീയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ നമ്മളൊക്കെ കാണണമെങ്കിൽ സ്കാനിങ്ങിന്റെ സഹായം വേണം. ദൈവം യഹോവയായ ദൈവം പറയുക, നീ കണ്ടാലും മകനെ മകളെ, നിന്റെ മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോഴേ എന്റെ കണ്ണ് നിന്നെ ദർശിച്ചു. നോക്കുക, അവിടെ മുതലുള്ളതായ നമ്മയൊക്കെ എത്ര സ്നേഹത്തോടെ ആ മുഴുവൻ അനുഗ്രഹവും നമുക്ക് പകർന്നു തരുന്ന ഒരു ദൈവം. അപ്പോൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ ദൈവ പരിപാലനയില്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോഴും അത് ഇനി വരുവാനുള്ള ലോകത്തും അങ്ങനെ തന്നെ. അപ്പോൾ എല്ലായ്പ്പോഴും അങ്ങനെയാണ് എന്ന് ഓർക്കുക. അല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴാ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെന്ന് മാത്രം നമ്മൾ അതൊരു എക്സ്ക്ലൂസീവായിട്ട് അതൊരു മാറ്റിവെച്ച് ചിന്തിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമല്ല. കാരണം കർത്താവ് പല പ്രാവശ്യം ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ യഹോവയായ ദൈവം പഴയ നിയമത്തിലൊക്കെ ഉണ്ട്. എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? ഞാനാ നിന്നോടുകൂടെ ഉള്ളത്. എത്ര പ്രാവശ്യം ആ പ്രവാചകന്മാരോടും നല്ലവരായ നീതിമാന്മാരായ രാജാക്കന്മാരോടും അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവരോടൊക്കെ പറഞ്ഞു, മകനെ നീ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഒരു സൈന്യം തന്നെ നിന്റെ നേരെ പാളയമിറങ്ങിയാലും നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാനാ നിന്നോട് കൂടെയുള്ളത്. അപ്പോൾ ദൈവം എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഈ കർത്തൃദാസനോടുകൂടെ തീർച്ചയായിട്ടും എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരോടും കൂടെയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു സാഹചര്യമേ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ദൈവം പക്ഷെ സ്നേഹിക്കുന്നവരും ദൈവത്തിന് അപ്രിയമായത് ചെയ്ത് ദൈവത്തിന്റെ സ്നേഹം ുന്നവരുമുണ്ട് എന്ന് നമുക്കറിയാം. ദൈവം ഒത്തിരി സ്നേഹിച്ച ആളാണ് ഇസ്കറിയാത്തോ യൂദ. പക്ഷെ അവസാനം കർത്താവിന് വലിയ ദുഃഖമായി പോയി. കർത്താവ് തന്നെ തിരഞ്ഞെടുത്തതാ. മറ്റാരെങ്കിലും കർത്താവിനെ റെക്കമെൻഡ് ചെയ്തിട്ട് ഇസ്കറിയാത്തോ യൂദയെ തിരഞ്ഞെടുത്തെന്ന് തിരുവചനത്തിൽ പറയുന്നു. മറ്റെല്ലാം സ്ത്രീഹന്മാരും ശിഷ്യന്മാരെയും തിരഞ്ഞെടുത്ത പോലെ ഇസ്കറിയാത്തോ യൂദയും തിരഞ്ഞെടുത്തു. പ്രവർത്തനം കൊണ്ട് താൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനല്ലാതെ തീർന്നു. അപ്പോൾ ദൈവം നമ്മെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നുവെങ്കിലും നമ്മളുടെ പ്രവൃത്തിയുടെ വെളിച്ചത്തിലാണ് ആ ദൈവത്തിന്റെ സ്നേഹം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനായി ജീവിക്കണമോ, മകൾ അല്ലെങ്കിൽ മകനല്ലെങ്കിൽ മകൾ, അതോ അപ്രിയത്തിന് കാരണമാകണമോ എന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. ഈ കർത്തൃദാസനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു അധ്യാപകനാണ് ആയിരുന്നു. തന്റെ മക്കളെയൊക്കെയും ആ ദൈവമുള്ളവരാക്കി വളർത്തി അനുഗ്രഹത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തു. അവസാന നിമിഷം വരെയും ഈ കുഞ്ഞുങ്ങള്
തങ്ങളുടെ ഉള്ളംകൈയിൽ വഹിക്കുന്നത് പോലെ ഈ പിതാവിനെ ഉള്ളംകൈയിൽ വഹിച്ചുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആ സംരക്ഷണം നൽകി. ഞാനിത് എടുത്തു പറയാൻ കാരണം ഇന്ന് പല ഭവനങ്ങളിലും സമ്പത്തുണ്ടെങ്കിൽ പോലും മക്കളുടെ സ്നേഹം പ്രായാധിക്യത്തിൽ കിട്ടാതെ അങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റി മീഡിയകൾ വഴി പത്രദ്വാര നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പോൾ ഈ കർത്തൃദാസന് പക്ഷേ എത്രമാത്രം സ്നേഹത്തോടെയാ മക്കളും കൊച്ചുമക്കളും പ്രിയപ്പെട്ടവരുമൊക്കെ കരുതിയിരുന്നത്, സ്നേഹിച്ചത് എന്നുള്ളത് ഞങ്ങൾ മെത്രാച്ചന്മാർക്കും അച്ഛന്മാർക്കും പ്രത്യേക ആ കാര്യം അറിയുകയും ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ ഒരു വലിയ അനുഗ്രഹത്തിന്റെ അനുഭവത്തിൽ ജീവിച്ചു. ഈ മക്കളൊക്കെ അവര് ചെയ്യുന്നതൊക്കെ ഒത്തിരി വളരുവാൻ, സമൃദ്ധിയായി വളർന്ന് അഭിവൃദ്ധിപ്പെടുവാൻ ദൈവം അനുഗ്രഹിച്ചു. തിരുവചനം പറയുന്നത് അത് കൃത്യമായി ഒരു സാഹചര്യം കൊണ്ട് മാത്രമല്ല, എങ്കിലും പറയുന്നുണ്ട്, നന്മ ചെയ്താൽ നീയും നിന്റെ മക്കളും അനേകം തലമുറകളും അനുഗ്രഹിക്കപ്പെടും. അവർക്കെല്ലാ സമ്പത്തും എല്ലാം ദൈവം നൽകും. തീർച്ചയായിട്ടും ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബം ദൈവം വേണ്ടതെല്ലാം നമുക്ക് തരും. അങ്ങനെ ഈ കുളങ്ങരയിലെ ഈ പിതാവ്, കുടുംബനാഥനായ പിതാവ്, മക്കളെല്ലാവരും മനുഷ്യർക്ക് മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമകളാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയും നാടൻ ഭാഷയാ 10 ഗുണം 10 ഗുണമെന്ന് നമ്മളൊക്കെ കേൾക്കുന്ന ഒരു ആപ്തവാക്യമാണ്. അപ്പനും അമ്മയും ഒക്കെ നല്ലതായാൽ ആ സാധാരണ മക്കള് നല്ലവരാകുന്നത് ഒരു പഴഞ്ചൊല്ല് പോലെയാണ്. അപ്പോൾ ഈ മക്കള് തീർച്ചയായിട്ടും കുളങ്ങര മോനെന്ന് സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്ന മകൻ സിബി, ഇവരെ കുറിച്ചൊക്കെ എല്ലാവരും സ്നേഹത്തോടെ പറയുന്നത് ഒരു അഹങ്കാരത്തിന്റെ സ്വഭാവം അവർ സാധാരണ കാണുകയില്ല. ഞാനിത് പറയുമ്പോൾ ഒരു എക്സാജറേഷൻ ആണെന്ന് ആരും പറയുകയില്ല. അവരൊരു എല്ലാവരോടും ചേർന്ന് പോകുന്ന, എല്ലാ മനുഷ്യരുമായി സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണെന്നുള്ളതിൽ സാധാരണഗതിയിൽ ഒരു തർക്കമുണ്ടാകുകയില്ല, അല്ലെങ്കിൽ അതെല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ്. ഒത്തിരി വിനയത്തോടെ ആളുകളോട് ഇടപെടുന്നതായ ഒരു സാഹചര്യം. രണ്ടാമത് വളരെ സമാധാന പ്രിയരാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെയും ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കുന്നവരാണ്. ഇനി ഉണ്ടായാൽ തന്നെ ആ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു വിനയമുള്ളവരാണ്. അതുപോലെ തന്നെ സമാധാന പ്രിയരാണ്. അതേസമയം അവരുടെ ബിസിനസ് കാര്യങ്ങളിൽ അവർ വളരെ നിഷ്കർഷയുള്ളവരാണ്. അത് കൃത്യമായി അതൊക്കെയും ചെയ്തെടുക്കേണ്ട വിധത്തിൽ വളരെ കോമ്പീറ്റന്റായി സ്മാർട്ടായി അവരുടെ ബിസിനസ് ചെയ്യാനുള്ള ആ വലിയ കഴിവും ദൈവം അനുഗ്രഹവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യരോട് ഇടപെടുന്നതില് മനുഷ്യ പെട്ടെന്നൊക്കെ വെറും സാധാരണ ഭാഷയിൽ നമ്മൾ പറയും സ്നേഹത്തിന്റെ ഒരു അനുഭവമാണ് ഇവരിൽ എപ്പോഴും കാണുന്നത്. ഞങ്ങളുടെ മെത്രാച്ചന്മാര്, വൈദികരെ, ഞങ്ങളൊക്കെ ഇന്ന് ഞങ്ങൾ 3 പേരും നിങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നത് പോലെ മലബാർ യഹോബായ സഭയുടെ മലബാർ ഭദ്രാസനത്തിന്റെ മുൻ ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന പീലക്സീനോസ് യൂഹാനോൻ തിരുമനസിലേക്ക് കബറടക്ക ശുശ്രൂഷയോടനുബന്ധിച്ച് ഞങ്ങൾ 3 മെത്രാച്ചന്മാരും രാവിലെ മുതൽ അങ്ങ് പാമ്പാടി ദേറായിലെ കത്തീഡ്രൽ ചർച്ചിലായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ 3 പേരും ഇപ്പോൾ അതിന്റെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് കടന്നു വരുവാനുള്ള കാരണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു നന്മയുടെ സാഹചര്യങ്ങള് ചെയ്തു തരണം. അത് സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ പറഞ്ഞാൽ അതിന്റെ എല്ലാ സഹകരണവും ഈ കർത്തൃദാസന്റെ മക്കളൊക്കെ സമ്മതമാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ, മോനായി അച്ഛൻ അതൊക്കെ എൻലിസ്റ്റ് ചെയ്യുന്നത് പോലെ ഇവർ ചെയ്ത ഒത്തിരി നന്മകളെ കുറിച്ച് പറയും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പൊതുവായി പറയുകയാണ്, നന്മ ചെയ്യാൻ ഇവർക്ക് താല്പര്യമാണ്. അത് ജെനുവിൻ കോസ് ആയിരിക്കണം. ഈ പറയുന്നത് അതിന്റെ എല്ലാ അർത്ഥത്തിലും ശരിയായ അർത്ഥത്തിൽ ആണെങ്കിൽ അവരാ നന്മ ചെയ്യും. ഇതൊക്കെ ഈ ദൈവസഭയിൽ ഞാൻ ഓർക്കുന്നു. കുഞ്ഞമ്മയെന്ന് നാമമുള്ള ഈ കുടുംബനാഥിയായ മകളും ഇപ്പോൾ അത് പറയുന്നത് സത്യത്തിൽ അതൊരു യാഥാർത്ഥ്യമായോണ്ട് ഞാൻ പറയുന്നതാണ്. ഇത് ഞങ്ങൾ വൈദികരോ മേൽപ്പെട്ടക്കാരോ ദൈവജനമോ ഒരു നന്മ ചെയ്യുന്നതിന് വേണ്ടി ചെന്ന് പറഞ്ഞാൽ ആ കർത്തൃദാസിയുടേതായിട്ടും പ്രത്യേകമായി എങ്ങനെയൊക്കെ സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ സഹായിക്കാൻ
കുടുംബനാഥിയായ മകളും പ്രത്യേക താല്പര്യം എടുക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഞങ്ങൾ വൈദികരും മറ്റുള്ള എല്ലാവർക്കും അത് കൂടുതലായി വ്യക്തമാണ്. ഇവരെല്ലാം ആ നന്മയിൽ ഉള്ള അവരുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മയൊക്കെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഈ കർത്തൃദാസനെയും ദൈവം തീർച്ചയായിട്ടും ദൈവം തന്റെ കരങ്ങൾ നീട്ടി കണ്ടാലും മകനെ ലോകാരംഭം മുതൽ നിനക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനത്തിലേക്ക് നീ കടന്നു വരികയെന്നുള്ള ശബ്ദം ഈ മകൻ കേൾക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആൺമക്കള്, പെൺമക്കള്, കൊച്ചുമക്കള്, പ്രിയപ്പെട്ടവർ എല്ലാവരുടെയും സഹോദരി സഹോദരങ്ങൾ ഉറ്റവരുടേത് അവരുടെ വേർപാടിൻ്റെതായ മാനസികമായ പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ മലങ്കര സുറിയാനിധനായ അധിപതിരാസനത്തിന്റെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സെന്റ് ജോൺസ് ദേറാപ്പള്ളിയുടേതായി പരുത്തൻപാറയിൽ നിർമ്മിക്കുന്നതായ സെന്റ് പീറ്റേഴ്സ് ചാപ്പൽ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട സാറും കുടുംബവും ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ആ ചാപ്പലിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ചാപ്പൽ കമ്മിറ്റിയുടെ കൺവീനറും മറ്റ് അംഗങ്ങളും ചേർന്ന് ഭൗതിക ശരീരത്തിൽ ബൊക്കെ സമർപ്പിക്കുകയാണ്. ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ സമാപിച്ചിരിക്കുകയാണ്. ശേഷിച്ചതായ ശുശ്രൂഷകൾക്കും സംസ്കരണത്തിനുമായി ഭൗതിക ശരീരം കല്ലറയിലേക്ക് എടുക്കുകയാണ്. കെട്ടുകളൊക്കെ അഴിക്കുവാനായിട്ട് ശ്രമിക്കുന്നു.
ഇവന്റെ മൃതശരീരത്തെ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരമായ ഒരു പതിയിരുന്ന മനുഷ്യന്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യമെന്നും ശത്രുവിന്റെ പാളയത്തും ഈ ദാസനം വഴി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനിൽ വിശുദ്ധന്മാരുടെ കൂടെ ആനന്ദത്തിലേക്ക് ഈ ദാസനെ നീ ആനയിക്കുകയും ചെയ്യണമേ. ഈ ദാസൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിന്റെ പിതാവിനും പരിശുദ്ധ ശ്രീവാടുകയും ചെയ്യുമാറാകണമേ. സംരക്ഷണത്തിനോ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജോലിസുറുഹായ നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തിരികെ ചെയ്തുവെന്നും വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്തുവെന്നും അരുളി ചെയ്തവാകണം. കണ്ടാലേ രാജദാസൻ നിറവേറിയിരിക്കുന്നു. ശരണം നൽകും സകലപരേതർക്കോ നിങ്ങൾ ഒരു നിമിഷം കൊണ്ടുടയോരെ വളരെ ജീവിപ്പിക്കും നിൻപരവധി കൂടെ.
സംസ്കാര ശുശ്രൂഷകൾ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു.
കുര്യാക്കോസ് മോർ സെവേറിയോസ് വലിയ മെത്രാപ്പൊലീത്ത തിരുമനസിനോടും കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസിനോടും കുര്യാക്കോസ് മോർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസിനോടും വന്നിരായ കോർപ്പസ്കോപ്പ അച്ഛന്മാരോടും ബഹുമാനായ വൈദിക ശ്രേഷ്ഠരോടും ബഹുമാനായ സിംഹാസന്മാരോടും സിസ്റ്റേഴ്സിനോടും ബന്ധുമിത്രാദികളായി ഇവിടെ കടന്നു വന്ന ഏവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകമായി കൺസോ ഗ്രൂപ്പിൻ്റെ പേരിൽ കുളങ്ങര ഫാമിലിയുടെ പേരിൽ എല്ലാ സ്ഥാപനങ്ങളുടെയും പേരിൽ പ്രത്യേകമായി അറിയിച്ചുകൊണ്ടിട്ട് ഇവിടെ എല്ലാവർക്കും വേണ്ടി ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കാളികളായി തീരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊള്ളാം.